കാപ്പി. രാധയെ കോളേജിൽ അയക്കണ്ടേ? എന്തിനാ? ഇനി തെറ്റൊന്നും ചെയ്യില്ലെന്ന് അവള് പറയുന്നേ. ശരി ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഏതായാലും ഈ വർഷം കൂടി പൊയ്ക്കോട്ടെ, പരീക്ഷ അടുത്തില്ലേ. പരീക്ഷയ്ക്ക് പഠിക്കുക റബ്ബർ തോട്ടത്തിൽ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അവൾ ആണയിട്ട് പറഞ്ഞു. ഉണ്ടായാൽ തൊഴിൽ മേടിക്കുന്നത് നീയാ, പറഞ്ഞില്ലെന്ന് വേണ്ട. പോയി പഠിച്ചോട്ടെ. നീ പൊയ്ക്കോ മോളെ. നിന്റെ ഉടുപ്പൻ നിക്കറൊക്കെ ഇന്ന് തന്നെ എത്തിച്ചളഞ്ഞോണം. മേലാൽ അത് ഇട്ട് കാണരുത്. ശരി അച്ഛാ. എടി, നിന്റെ ആങ്ങളമാരുണ്ടല്ലോ ആ തെണ്ടികൾ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് വേണം? രണ്ടിന്റെയും കുടലെടുത്തിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോന്നവന്ന് എന്ന് പറഞ്ഞേക്ക്. കയ്യെ കിട്ടിട്ട് എന്റെ കുടലെടുക്കാഞ്ഞത്? അവരെ കണ്ടിട്ടാണോടി നീ ഞെളിയുന്നേ? ഞാൻ രണ്ടും കൽപ്പിച്ച് നടക്കുന്നവനാ. ഈ വഴിയെ ഞാൻ നടത്തത്തില്ല. അവൻ എന്റെ സഹോദരിയെ വരട്ടാൻ മാത്രം വളർന്നോ? സൂക്ഷിക്കണം ചേട്ടാ, അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നീ പേടിക്കാടി. നാളെ നീ ആ വഴി തന്നെ കോളേജ് പോ. ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. എന്താടി പറഞ്ഞോ? എവിടെയാടി നിന്റെ ആങ്ങളമാര്? അതാ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീധരൻ. കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. നീ വയ്ക്കോ, വയ്ക്കോടി. പിന്നെ എന്തൊക്കെയുണ്ട് ശ്രീധര വിശേഷങ്ങൾ? എന്താ ഈ ധാവണികരി കെട്ടിത്തരട്ടെ? അതൊക്കെ സിനിമയിൽ പോക്കറ്റിൽ കർച്ചീഫില്ലേ, അതെടുത്തങ്ങ് കെട്ടിയാ മതി. അത്രയ്ക്കുള്ള മുറിവേ ഉള്ളൂ. അയ്യോ പോവാന്നോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. എന്നെ ഒന്ന് മോട്ടോർ സൈക്കിളിൽ കൊണ്ട് വിട്ടതിനെ അച്ഛൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. പകല് കണ്ടല്ലേ ഉള്ളു വഴക്ക്. എന്നാ രാത്രി വന്നേക്കാം. അച്ഛൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അന്നായിരിക്കും നിന്റെ അച്ഛന്റെ അന്ത്യം.
ശ്ശോ, എങ്ങനെ ഇവിടെ കേറും? അതിന് വഴിയുണ്ട്. നിന്റെ അച്ഛൻ സൗകര്യത്തിന് തടിയാരി വെച്ചിരിക്കല്ലേ. കയ്യിൽ നിന്ന് പതുക്കെ വേണേ, പിടിച്ചോ, പിടിച്ചോ. വീഴും. സൂക്ഷിച്ച് ആ കൈ ഇങ്ങ് തന്നെ. ആ മുറുകെ പിടിക്കണേ, പതുക്കെ, പതുക്കെ. വീഴും. കീഴോട്ട് വലിക്കല്ലേ, നമ്മളെല്ലാരും കൂടെ താഴോട്ട് നോക്കി നിൽക്കാതെ പിടിപാടി. അയ്യോ താഴെ വീഴും. പതുക്കെ. അയ്യോ. എങ്ങനെ ഇരിക്കുന്നില്ലേ ഇതിന്റെ മോളുടെ സാമർഥ്യം? ഇപ്പൊ മാത്രം എന്റെ മോളായി. ശരി, അത്രത്തോളം കടത്തി പറയണ്ട കേട്ടോ. അല്ല രാജേന്ദ്ര, ഇത്ര ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? താഴെ വന്ന് ബെല്ലടിച്ചെങ്കിൽ ഞാൻ കലർന്നു ഞാൻ ചുമ്മാ രാത്രി നേരം വെളുത്തിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ തൽക്കാലം പൊക്കോ. ഇനി അതിലേ പോണ്ട. താഴെ വലിക്കില്ല. ഞാൻ നിന്നെ അവിടെ കൊണ്ടുവന്ന് വിടാം. പതുക്കെ പതുക്കെ എന്റെ പതുക്കെ. ചെരുപ്പ് താഴെ കിടക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാടി ഇവിടെ. പരിഭ്രമത്തിനിടയിൽ അവന്റെ കൈ വഴുതി പോയിരുന്നെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? മാധവമേനോന്റെ മകൻ വീണ് നടുവടിഞ്ഞ് ഭാസ്കരമേനോന്റെ മുറ്റത്ത് കിടക്കും. ഛേ, അങ്ങയുടെ ബംഗ്ലാവിൽ വന്ന് അവനിത് ചെയ്തു കളഞ്ഞല്ലോ, അതും രാത്രിയില്. പിന്നെ പകൽ വന്നാൽ ചെയ്യാൻ നോക്കുവോ? എടീ, നിന്റെ ആ തലർച്ച് സന്ധതി കിട്ടി വിളി. വേണ്ട വേണ്ട, ഇനി വിളിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ട് എന്താ പ്രയോജനം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാട്ടെ. ചെയ്യാനൊന്നേ ഉള്ളൂ. പെണ്ണിന് ഇഷ്ടം, ചെറുക്കന് ഇഷ്ടം, പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, നിങ്ങൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ കല്യാണം ഒക്കെ നടത്തണം. അങ്ങിത് കാര്യമായിട്ട് തന്നെ പറയാണോ? കല്യാണം കളിയല്ല എന്ന് കേട്ടിട്ടില്ലേ? കാര്യമായിട്ട് തന്നെയാണ്. എന്നാലും ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ കുടുംബങ്ങൾ രണ്ടും തമ്മിൽ ഇങ്ങനൊരു ബന്ധം കൂടെ വേണമെന്നായിരിക്കും ദൈവനിശ്ചയം. നടന്നോട്ടെ. അവന്റെ ചേട്ടനും പെങ്ങളും നിൽക്കുന്നു. അവരുടെ കല്യാണം കഴിയാതെ അയ്യോ, ഞാൻ കയ്യോടെ കല്യാണം നടത്താൻ വന്നവനല്ല. കല്യാണം ഉറപ്പിച്ചു വെക്കുക, സമയവും സൗകര്യം പോലെ നടത്തുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. രാധയുടെ വിവാഹം കഴിയുന്നതും വേഗത്തിൽ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞ് ബാക്കി പറയണ്ട. സമ്മതം, സന്തോഷം. തിരുമേനിയെ വന്നൊന്ന് കണ്ട് നന്ദി പറയണമെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. എന്തായാലും വന്നൂല്ലോ, സന്തോഷായി. ഒരു ചെറിയ തുക കടം വാങ്ങിയതിനാ ശങ്കരനാ സ്ഥലം ഞാൻ കടപ്പെടുത്തിയത്. ഇടപാട് തീർത്ത് നിങ്ങൾ ആ സ്ഥലം വാങ്ങിയില്ലായിരുന്നെങ്കിൽ പലിശയ്ക്ക് പലിശ കണക്കുകൂട്ടി ശങ്കരൻ ഈ തറവാട് തന്നെ ജപ്തി ചെയ്യിക്കുമായിരുന്നു. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി, ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടായിരുന്നു. ഓ, എന്നാ വേഗം പോയി കണ്ടോളൂ. മാധവമേനോനെ നോൻ പ്രത്യേകം അന്വേഷിച്ചായി പറഞ്ഞോളൂ. ശരി തിരുമേനി.